പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ. അടങ്ങാത്ത പ്രതികാരവുമായി വാസവൻ വിക്രത്തെ കണ്ടുപിടിക്കുന്നുണ്ട്. ഓടി രക്ഷപ്പെടാൻ നോക്കവേ വിക്രത്തെ തോക്കുകൊണ്ട് വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. നീരം ജീവൻ പോകുന്ന വേദനയോടെ വിക്രം ഒരു കുഴിയിലോട്ട് ഒന്ന് വീഴുക. നീരം വിക്രത്തിന്റെ ജീവൻ പോയി എന്ന് കരുതി വാസവൻ എന്റെ മകനെ കൊന്നവനെ വെടിവെച്ച് കൊന്നു എന്ന സന്തോഷത്തോടെ വാസവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നീരം വിക്രം വേദന കൊണ്ട് പൊളയുക. വിക്രത്തിന് അപകടം പറ്റിയെന്നറിഞ്ഞ് ജോസഫും വേദയും അവിടേക്ക് വരുന്നുണ്ട്. വിക്രത്തെ താങ്ങി പിടിച്ച് അവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കുക. നീരം ഇതേ കണ്ട് വിക്രം ഒരു നിമിഷം നോക്കുന്നുണ്ട്. വിക്രത്തിന്റെ അവസ്ഥ കണ്ട് ഇത് കരയുന്നുണ്ട്. നീരം ജോസഫും വേദയും കൂടി വിക്രത്തെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അവിടുന്ന് ആരും കാണാത്ത ഒരിടത്തേക്ക് ജോസഫ് വിക്രത്തിനെയും കൊണ്ട് പോകുന്നുണ്ട്. വേദന കൊണ്ട് പൊളയുന്ന വിക്രത്തെ കണ്ട് ഇതിക്ക് ഒത്തിരി സങ്കടമാവുന്നുണ്ട്. നീരം ജോസഫ് ഏട്ടൻ പറയുക, ഈ കാടിന് പുറത്ത് ഇപ്പൊ കടക്കുന്നത് അപകടമാണ്. വാസവന്റെ ഗുണ്ടകൾ കാണും. കാട്ടിനുള്ളിൽ തന്നെ നല്ല പച്ച മരുന്നുണ്ട്, ഞാനത് എടുത്തിട്ട് വരാം. വേദ വിക്രത്തിന്റെ അടുത്തിരിക്കെ ഇത്രയും പറഞ്ഞിട്ട് ജോസഫ് അവിടെ നിന്ന് പോകുന്നുണ്ട്. നീരം വിക്രം വേദന കൊണ്ട് പൊളയുക. എന്നിട്ട് വേദയോട് പറയുക, എന്റെ ദേഹത്ത് അറച്ചു കയറിയ ആ ബുള്ളറ്റ് ഊരിയെടുക്കാനായി പറയുന്നുണ്ട്. അന്നേരം വേദ കരയുന്നുണ്ട്. പോയിക്കും വിക്രം പറയുക, ഊരിയെടുക്കാനല്ലേ പറഞ്ഞത്. അന്നേരം ഇത് എടുക്കാനായി ശ്രമിക്കുന്നുണ്ട്. വിക്രം അന്നേരം ഇല്ല വിളിക്കുക. ഇത് കണ്ട് വേദ വിക്രത്തെ നോക്കാതെ കരഞ്ഞുകൊണ്ട് തോരിയെടുക്കുന്നുണ്ട്. പോയേക്കും ജോസഫ് കുറെ പച്ചിലകളുമായി ഇങ്ങോട്ട് വരുന്നുണ്ട്. വിക്രത്തിന് വെടിയേറ്റ ആ മുറിവിലോട്ട് വെച്ച് കെട്ടുന്നുണ്ട്. നേരം വിക്രം കുറച്ചു നേരം ഒന്നും മിണ്ടാതെ കിടക്കുക. നേരം വേദ വിക്രത്തിന്റെ അവസ്ഥ കണ്ട് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ജോസഫിനോട് ഇത് പറയുക, ഇനി എങ്ങനെയാ നമ്മൾ ഇവിടുന്ന് പോകുന്നത്? ഈ രാത്രി ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. അതുമല്ലാതെ വിക്രത്തിന്റെ ഈ അവസ്ഥയിൽ എങ്ങനെയാ അവനെയും കൊണ്ട് നമ്മളിപ്പോ പോകുന്നത്? നേരം ഒന്ന് വെളുത്തോട്ടെ ആവാം വിക്രം. അന്നേരം വേദ വിക്രത്തിനെ നോക്കുന്നുണ്ട്. നേരം പുലരുമ്പോഴേക്കും വിക്രം കണ്ണു തുറക്കുന്നുണ്ട്. ഇട്ടരികെ വേദയും കിടക്കുക. നേരം ജോസഫ് വിക്രത്തിന്റെ അരികിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എനക്കിപ്പോ എങ്ങനെയുണ്ട് വിക്രം? വേദന കുറവുണ്ടോ? നേരം വിക്രം വേദയെ നോക്കി ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാ ഇവിടെ വന്നത്? നേരം ജോസഫ് പറയുന്നുണ്ട്, വേദയാ എന്നെ രക്ഷിച്ചത്. വാസവൻ എന്നെ കൊല്ലാനായി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞത് വേദയാണ്. അങ്ങനെയാ ഞാനും വേദയും ഇവിടെ എത്തിയത്. ഇത് കേട്ട് വിക്രം വേദനെ നോക്കുന്നുണ്ട്. നേരം ജോസഫ് ഏട്ടൻ പറയുക, പാവം ഒത്തിരി പേടിച്ചു. എന്റെ അവസ്ഥ കണ്ട് നേരം വിക്രം ഇതിനെ തട്ടി വിളിക്കുന്നുണ്ട്. പുഴിക്കും ഇത് കണ്ണു തുറന്ന് വിക്രത്തെ നോക്കുക. അന്നേരം ഉടനെ ഇത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ വിക്രം? നേരം വിക്രം പറയുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ വേദനയ്ക്ക് കുറവുണ്ട്. അലോപ്പതി മരുന്നിനേക്കാൾ ശക്തിയ ഇവിടുത്തെ പച്ചിലകൾക്ക്, പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടാ. നേരം വേദ പറയുക, നമുക്ക് ഇവിടുന്ന് പോകണം വിക്രം. വാസവനും ഗുണ്ടകളും നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് പേടിയുണ്ട്. നേരം വിക്രം പറയുക, ഞാൻ ചത്തുവെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാസവൻ പോയത് ആ സന്തോഷത്തിലിരിക്കുന്നുണ്ടാവും. അന്നേരം ജോസഫ് പറയുക, വിക്രം നീ ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞ വാസവൻ വീണ്ടും വരുന്നതിന് മുന്നേ അരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. നിയമത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണം ആരാണെന്ന്. അതുവരെ എന്റെ ജീവൻ അപകടത്തില. അന്നേരം വേദ പറയുക, എനിക്ക് ചിലരെ സംശയമുണ്ട്. നേരം വിക്രം പറയുന്നുണ്ട്, താരാ അത് ഞാൻ പറയാം. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ. എന്നിട്ട് നിങ്ങൾ സുരക്ഷിതമായി ആരും കാണാത്ത വാസവന്റെ കണ്ണിൽ പെടാത്ത ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അന്നേരം ജോസഫ് പറയുക, അതിവിടെ അടുത്ത് ശ്രീനി സാറിന്റെ ഒഴിഞ്ഞ കെട്ടിടമുണ്ട്. ആരുടെയും കണ്ണിൽ പെടാതെ അവിടെ നിൽക്കാം വിക്രത്തിന്. നേരം അവിടേക്ക് വിക്രവും വേദയും ജോസഫും പോകുന്നുണ്ട്. വിക്രത്തെ താങ്ങി പിടിച്ച് അവര് പോവുക. അന്നേരം വിക്രം വേദനെ നോക്കുന്നുണ്ട്. സ്നേഹത്തോടെ നേരം വിഷമത്തോടെ വേദ വിക്രത്തെ നോക്കുക. അന്നേരം ശ്രീകാന്തിനെ വിളിച്ച് വാസവൻ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഞാൻ അവന്റെ കഥ കഴിച്ചു. ആ വിക്രത്തെ ഞാൻ കൊന്നു. ഇത് കേട്ട് ശ്രീകാന്തിന് ഒത്തിരി സന്തോഷാവുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവൻ ചത്തൂന്ന് ഉറപ്പായോ? അതോ ഇനി ജീവനോടെ അവൻ തിരിച്ചു വരുവോ? ഇത് കേട്ട് വാസവൻ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ തോക്കുകൊണ്ടാ ഞാൻ അവനെ വെടിവെച്ച് വീഴ്ത്തിയത്. അവൻ ഒരിക്കലും ഇനി ജീവനോടെ മടങ്ങി വരില്ല. ഇത് കേട്ട് ശ്രീകാന്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്ന സന്തോഷം ശ്രീകാന്തിന്റെ മുഖത്ത് കാണുന്നുണ്ട്. നേരം ശരിയെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുക. അന്നേരം പത്മ ശ്രീകാന്തിനോട് വന്ന് പറയുക, ഏതാ മോളെ ഇവിടെ ഒന്നും കാണാനില്ല. അന്നേരം പരിഭ്രമത്തോടെ ശങ്കറിനോട് പറയുന്നുണ്ട്, അച്ഛാ ഏത് എവിടെ പോയതാ? അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും, അമ്മ ശരിക്കും ഒന്ന് നോക്ക്. അന്നേരം പത്മ പറയുന്നുണ്ട്, ഇല്ല ഞാൻ എല്ലായിടും നോക്കിയതാ, കീർത്തിയുടെ മുറിയിലും ഇല്ല, ആന വർഷയും ഇവിടെ നോക്കാൻ സ്ഥലമില്ല. നേരം ശ്രീകാന്ത് ആകെ ദേഷ്യത്തോടെ നിൽക്കുക. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആ വിക്രത്തിന്റെ വീട്ടിൽ പോയതായിരിക്കും, ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചേ. നേരം പത്മ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചതാ, അവിടെ ഒന്നും പോയിട്ടില്ല, ക്ഷേത്രത്തിലും പോയില്ല. ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. ഏതാ ഉറക്കമായിരിക്കും എന്ന് കരുതി അതാ ഞാൻ അവളെ വിളിക്കാതിരുന്നത്. നേരം ശങ്കരൻ പറയുന്നുണ്ട്, വേദ എങ്ങോട്ടായിരിക്കും ശ്രീകാന്തെ പോയത്? നേരം വേദയ്ക്ക് എന്തു പറ്റിയെന്നറിയാതെ ശ്രീകാന്ത് ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും അറിയാവുന്ന വേദ അതെല്ലാം ആരോടെങ്കിലും പറയുമോ എന്ന പേടിയായിരുന്നു ശ്രീകാന്തിനെ. ഇതിനും കൂടി ചേർന്നാണ് വിക്രത്തിനെ കൊന്നതെന്ന് വേദയ്ക്ക് അറിയാമോ എന്നും അതുകൊണ്ടാണോ വേദ വീട് വിട്ടിറങ്ങി പോയതെന്നും ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ സാബുവിനെ വിളിച്ച് ശ്രീകാന്ത് പറയുന്നുണ്ട്, എടോ എന്റെ അനിയത്തി വേദിയെ കാണാനില്ല, ഇന്നലെ രാത്രി മിസ്സായതാണ്, എവിടെയുണ്ടെങ്കിലും അവളെ കണ്ടുപിടിക്കണം. നിരസാവ് പറയുന്നുണ്ട്, സാറ് വിഷമിക്കണ്ട, ഞാൻ അന്വേഷിക്കാം. എന്തായാലും ആ വിക്രം ചത്തുവെന്നാ കേട്ടത്.
അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, വാസവൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, അങ്ങനെ എന്തായാലും ഇതൊന്ന് അന്വേഷിക്ക്. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ വിളിച്ചു ചോദിക്കുക, എന്താ ശ്രീകാന്തെ വിളിച്ചത്? ഫോണ് മുകളിലിരിക്കായിരുന്നു, എന്താ കാര്യം? വിക്രത്തിന്റെ ബോഡി വീട്ടിലെത്തിയോ? അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് പറയാനല്ല അച്ഛ ഞാനിപ്പോ വിളിച്ചത്. വേദി ഇവിടെ കാണാനില്ല. രാവിലെ നോക്കുമ്പോൾ ഈ വീട്ടിലില്ല. എങ്ങോട്ട് പോയതെന്ന് ആർക്കും അറിയില്ല. ഇനി എങ്ങനെയാ അവളെ കണ്ടുപിടിക്കുന്നത്? കുറെയൊക്കെ സത്യങ്ങൾ അവൾക്കറിയാം. അതാ എന്റെ പേടി. വിക്രം മരിച്ചോന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവോ? അതുകൊണ്ടായിരിക്കുമോ അവൾ ഇവിടുന്ന് പോയത്? നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ലേ ശ്രീകാന്തെ, ഇതെങ്ങനെ അറിയാനാ? എന്തായാലും നമുക്ക് നോക്കാം. ഇത്രയും പറഞ്ഞിട്ട് ചന്ദ്രശേഖരൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നീരം ക്രോം വേദയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഇരുന്നുണ്ട്. ശ്രീകാര്യം ശ്രീനിവാസൻ പഴയ ബംഗ്ലാവിലോട്ട് നീരം കൃത്യ വേദ കുഞ്ഞിനെ നോക്കുന്നത് പോലെ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് കൃത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. നീരം ജോസഫ് പറയുക, ഇക്രത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആളാണോ വീട് വിട്ടു പോയത്? നിരവേദ പറയുന്നുണ്ട്, അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അദ്ദേഹം അരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. ഒളിച്ചുകളി അവസാനിപ്പിക്കണ്ടേ? പോലീസിനെയും വാസവിനെയും ഭയന്ന് എത്ര നാള് ഒളിച്ചു കഴിയാനാവും? നിങ്ങളെ തൽക്കാലം റെസ്റ്റ് എടുക്ക്, ഉറവൊക്കെ കരിയട്ടെ, അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങിയാൽ മതി. കൂടെ ജോസഫ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാനെന്നാ പോട്ടെ. വിക്രം എന്നെ കാണാതെ അന്വേഷിക്കുന്നുണ്ടാവും. നീരം വിക്രം പറയുന്നുണ്ട്, താങ്ക്സ് വൈദ, എന്റെ ജീവൻ രക്ഷിച്ചതിന്. നീരം വേദ ചിരിച്ചുകൊണ്ട് പറയുക, നിങ്ങളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. എന്റെ പ്രാണൻ പോകുന്നത് വരെ ഞാൻ നിങ്ങളെ കാക്കും. നിറകണ്ണുകളോടെ വേദ വിക്രത്തിനോട് പറയുന്നുണ്ട്. വേദയുടെ സ്നേഹത്തിന്റെ അളവ് ഇത്രമാത്രമാണെന്ന് വിക്രം അന്നേരം മനസ്സിലാക്കുന്നുണ്ട്. നേരം ജോസഫ് വേദനെയും വിക്രത്തിനെയും നോക്കി ചിരിക്കുന്നുണ്ട്. ചിരിയെന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് പോവുക. നേരം വിക്രം ജോസഫിനോട് ചോദിക്കുന്നുണ്ട്, ജോസഫ് ഏട്ടന് ആരെങ്കിലും സംശയമുണ്ടോ? ഇന്ന് രാത്രി ഇവിടെ എന്താ സംഭവിച്ചത്? നേരം ജോസഫ് പറയുന്നുണ്ട്, എടാ എല്ലാത്തിനും കാരണം പൊളിക്കന എന്റെ പേര് വിളിച്ചു പറഞ്ഞത് അയാളാ. മുഖംമൂടി ഇട്ട് വന്ന ആ കൊലയാളിയെ ആർക്കും മനസ്സിലായില്ല. എന്നിട്ടും അവ മാത്രം എന്റെ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാ വാസവന്റെ ആൾക്കാർ ഇത് കേട്ടത്. വരുണിനെ കൊന്നത് നീയാണെന്ന് പറഞ്ഞു പരത്തിയത് വാസവന്റെ ചെവിയിലെത്തിയത്. നേരം വിക്രം പറയുന്നുണ്ട്, ശ്രീനിസാന്റെ കൂടെ വർഷങ്ങളോളം ഉള്ള ആളാണ് പൊളിക്കൻ. അതുകൊണ്ട് ഇയാളെ സംശയിക്കണോ നമ്മൾ? നേരി ജോസഫ് പറയുന്നുണ്ട്, അയാളെ സംശയിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കാൻ കാരണം അയാളാണെന്ന് ഞാൻ പറഞ്ഞതാ. നേരം വിക്രം ചിന്തിക്കുന്നുണ്ട്, ആരായിരിക്കും അത്? അപ്പോഴേക്കും വേദ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതേ കണ്ടതും ശ്രീകാന്തും ശങ്കരനും അമ്പരന്ന് നിൽക്കുക. ശ്രീകാന്ത് ദേഷ്യത്തോടെ വേദയോട് ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു നീ? എന്നെ കാണാതെ ഞങ്ങളൊക്കെ എന്തുമാത്രം ടെൻഷനായെന്ന് അറിയാമോ? എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിനക്ക് പറഞ്ഞിട്ട് പൊക്കൂടെ? നേരം വേദ പറയുക, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, പറയാൻ പറ്റിയില്ല, ഞാൻ വന്നില്ലേ, എന്നെ എന്തിനാ ചോദ്യം ചെയ്യുന്നേ? ദേഷ്യത്തോടെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് വേദ മുകളിലോട്ട് പോകുന്നുണ്ട്. നേരം ശ്രീകാന്ത് മിണ്ടാതെ നിൽക്കുക. ശങ്കരനും പത്മ നേരം പത്മ പറയുക, ഏത് വന്നൂല്ലോ, ഇനി ഒന്നും ചോദിക്കണ്ട. അപ്പോഴാ സമാധാനമായത്. അങ്ങനെ ശങ്കരനും ശ്രീകാന്തും അവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ട്, വിക്രം മരിച്ചത് ഇവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇവൾ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. എന്തായാലും ഇവളെയും കൊണ്ട് അവന്റെ വീട്ടിൽ പോണം. അവനെ നോക്കി ഇവള് പൊട്ടിക്കരയുന്നത് എനിക്ക് കാണണം. അങ്ങനെ ശ്രീകാന്ത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നേരം വാസവന്റെ ഭാര്യ വാസവനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ഭാവിച്ച? നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? വിക്രത്തെ കൊല്ലാനായി നടക്കുവല്ലേ നിങ്ങൾ? അരുൺ പോയി, ഇനി ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു പോയ എനിക്ക് മോൾക്കും ഇനി ആരാ ഉള്ളത്? അന്നേരം വാസവൻ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ വിക്രം അവന്റെ ജീവൻ ഞാൻ ഇന്നലെ എടുത്തു. അത് ഞാനാണ് ചെയ്തതെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. എന്റെ മകനെ കൊന്നവനെ ഞാനും കൊന്നു. ഇത് കേട്ട് അമ്പരന്ന് നിൽക്കുന്നുണ്ട് വാസവന്റെ ഭാര്യ. എന്നിട്ട് പറയുക, ഇത് വേറെ ആരും അറിയരുത്. ഞാൻ അനുഭവിക്കുന്ന വേദന അവന്റെ അച്ഛനും അറിയണം. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവൻ അർഹിക്കുന്നില്ല. നേരം വാസവന്റെ ഭാര്യ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. നേരം വിഷമത്തോട് വാസവൻ പറയുക, ഇനി ഒന്നിനും ഞാനില്ല, എല്ലാം അവസാനിപ്പിക്കുക. ഇലക്ഷൻ ആരോ ജയിച്ചോട്ടെ, അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്റെ മനസ്സിലിപ്പോ അരുൺ മാത്രമേ ഉള്ളൂ. അവന്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോ ഞാൻ വിഷമിക്കരുത് എന്നൊക്കെ വാസവൻ ഭാര്യയോട് പറയുന്നുണ്ട്. അന്നേരം ഇൻസ്പെക്ടർ സാബുവിനോട് ശ്രീകാന്ത് വിളിച്ചു ചോദിക്കുക, വിക്രം മരിച്ചിട്ട് ഇത്രയും സമയമായി, എന്നിട്ടും അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അവന്റെ ബോഡി ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതും കൂടി കഴിഞ്ഞാലേ എനിക്ക് സന്തോഷാവൂ. ചിരിച്ചുകൊണ്ട് പറയുക. അന്നേരം ഇൻസ്പെക്ടർ സാബു പറയുന്നുണ്ട്, അതിനെന്താ, ഇപ്പൊ തന്നെ അവിടേക്ക് ഞാൻ പോവാം. അവന്റെ ബോഡി മോർച്ചറിയിലാക്കിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. അവന്റെ വീട്ടുകാരെ എല്ലാരും വിവരം അറിയിക്കാം. ഇത്രയും പറഞ്ഞിട്ട് സാബു ഫോൺ കട്ട് ചെയ്യുക. എന്നിട്ട് വാസവൻ വിക്രത്തെ വെടിവെച്ച് കൊന്ന സ്ഥലത്തേക്ക് സാബു മറ്റു പോലീസുകളുമായി ഇവിടേക്ക് പോകുന്നുണ്ട്. ജീപ്പിൽ ഇവിടെ മൊത്തം ഉറച്ചു പിറക്കുന്നുണ്ട്. വിക്രത്തിന് വേണ്ടി അവിടെ ഒന്നും കണ്ടെത്താനാവുന്നില്ല. അന്നേരം ദേഷ്യത്തോടെ സാബു നിൽക്കുക. പോലീസിനോട് പറയുന്നുണ്ട്, എല്ലായിടവും നോക്ക്, ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടവും ചൂണ്ടിക്കാണിച്ച് സാബു പറയുന്നുണ്ട്. അന്നേരം പോലീസ് പറയുക, സാർ ഇവിടെയൊന്നും ഇല്ല. അന്നേരം ഒരു പോലീസ് പറയുക, നീക്ക് സാർ ഇവിടെ കുറെ രക്തം കിടപ്പുണ്ട്. നേരം ആവ് പറയുന്നുണ്ട്, അവൻ എന്തായാലും ചത്തു കാണും, ഏതെങ്കിലും മൃഗങ്ങള് അടിച്ചു വലിച്ചു തിന്നിട്ടുണ്ടാവും. ഇത്രയും പറഞ്ഞിട്ട് സാവും പോലീസും ഇവിടെ നിന്ന് വരുന്നുണ്ട്. ശ്രീകാന്തിനെ വിളിച്ചു പറയുക, അവന്റെ ബോഡി ഒന്നും കിട്ടിയില്ല, പക്ഷെ അവിടെ രക്തം കെട്ടി കിടപ്പുണ്ട്. ഇനി ചിലപ്പോ രാത്രിയായിരുന്നില്ലേ, അല്ലെ ആനയോ കടുവയോ വന്ന് അവനെ വലിച്ചു കീറി തിന്നിട്ടുണ്ടാവും. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും അവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ. അന്നേരം സാവ് പറയുന്നുണ്ട്, നമുക്കിന്ന് കൂടണ്ടേ സാർ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടന്നില്ലേ? അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, നമുക്ക് രാത്രി കാണാം. ഇത്രയും പറഞ്ഞു
പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നേരം ദീപ്തിയുടെ അരികിലോട്ട് ഇത് പോവാ. നേരം ദേഷ്യത്തോടെ ദീപ്തി പെരുമാറുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അങ്ങോട്ട് ഭർത്താവ് നശിപ്പിച്ചത്. അരുൺ ഒരു പാവമായിരുന്നില്ലേ? ഇങ്ങനെ തോന്നി. പാവത്തിനെ കൊല്ലാൻ അറിയില്ലായിരുന്നോ? അരുണിനെ എനിക്ക് ജീവനാണെന്ന് ചേച്ചിയും കൂടി കൂട്ടുനിന്നല്ലേ? ചേച്ചിക്കെങ്കിലും പറയാമായിരുന്നില്ലേ അരുണിനെ ഒന്നും ചെയ്യരുതെന്ന്? നേരം വേദ വിഷമത്തോടെ പറയുക. വിക്രം ഒന്നും ചെയ്തിട്ടില്ല മോളെ, അത് വേറെ ആരോ ആണ് അരുണിനോട് അങ്ങനെ ചെയ്തത്. വിക്രത്തിന് ഒരിക്കലും അരുണിനെ കൊല്ലാനാവില്ല. നിങ്ങളുടെ കൂടെ ഞാനും വിക്രം ഉണ്ടായിരുന്നില്ലേ? വാക്ക് തന്നതല്ലേ നിങ്ങൾക്ക് നിങ്ങളെ ഒന്നിപ്പിക്കാമെന്ന് നേരം ദീപ്തി പറയുക. നിങ്ങളുടെ ഉദ്ദേശം ഇതായിരുന്നു. ചേച്ചി ഇടയ്ക്ക് മടങ്ങി വന്നതിന്റെ ദേഷ്യമായിരിക്കും വിക്രം ചേട്ടൻ അരുണിനോട് കാണിച്ചത്. എല്ലാരും കൂടി നശിപ്പിച്ചില്ലേ? ആരൊക്കെ വെറുതെ വിട്ടാലും നിങ്ങളുടെ ഭർത്താവിനെ വെറുതെ വിടില്ല. നോക്കിക്കോ, അയാൾ ഇതിനെ അനുഭവിക്കും. നേരം ഇതൊക്കെ കേട്ടത് ഒന്നും പറയാതെ ഇവിടെ നിന്നും പോവുക. എന്നിട്ട് തിരിഞ്ഞു നോക്കി ദീപ്തിയോട് പറയുന്നുണ്ട്, അരുണിനെ കൊന്നത് ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും. വിക്രമല്ല അത് ചെയ്തതെന്ന് ഞാൻ തെളിയിക്കും. അപ്പോഴെങ്കിലും വിശ്വസിക്കുമല്ലോ. ഇത്രയും പറഞ്ഞിട്ട് ഇത് അവിടുന്ന് പോകുന്നുണ്ട്. നേരം ദീപ്തി പൊട്ടി പൊട്ടി കരയുക. അന്നേരം ഇൻസ്പെക്ടർ സാബു വിക്രത്തിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സുധാകരൻ മാഷ്, കമലോ എല്ലാവരും വിഷമിച്ചിരിക്കുന്നുണ്ട്. നേരം സാബുവിനെ കണ്ട് പരിഭ്രമത്തോടെ നിൽക്കുക. നേരം പറയുന്നുണ്ട്, മകനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണല്ലേ മാഷെ? എന്നാ ഒരു കാര്യം കേട്ടോ, ഇന്നലെ രാത്രി MLA വാസവൻ വിക്രത്തെ വെടിവെച്ചു. ഇത് കേട്ട് കമലം അലറി വിളിക്കുന്നുണ്ട്. നേരം മാഷും എല്ലാവരും ഞെട്ടിധരിച്ചു നിൽക്കുക. നേരം സാബു പറയുന്നുണ്ട്, പക്ഷേ എന്റെ ബോഡി കിട്ടിയിട്ടില്ല. രാത്രിയല്ലേ, എല്ലാ മൃഗങ്ങളും അടിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ടാവും. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാ മതി, ഞാൻ അന്വേഷിക്കാം. ശരിയെന്ന് പറഞ്ഞ് സാബു അവിടുന്ന് പോകുന്നുണ്ട്. നീരം മാഷിനെ കെട്ടിപ്പിടിച്ച് കമലം കരയുന്നുണ്ട്. നീരം മാഷും പൊട്ടി പൊട്ടി കരയുക. അതുപോലെ വിഷ്ണുനും വിനായകനും എല്ലാവരും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നേരം രാജേട്ടനും അനിയൻകുട്ടനും വിക്രത്തിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പോലീസ് ജീപ്പ് പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. നേരം ദേഷ്യത്തോടെ അവരെ നോക്കിയിട്ട് സാബുവും പോകുന്നുണ്ട്. നേരം രാജേട്ടൻ ചോദിക്കുക, എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? നേരം നന്ദിനി പറയുന്നുണ്ട്, വിക്രത്തിനെ ഇന്നലെ രാത്രി വാസവൻ വെടിവെച്ച് കൊന്നു ഇൻസ്പെക്ടർ വന്ന് പറഞ്ഞിട്ട് പോയി. നേരം രാജേട്ടൻ പറയുന്നുണ്ട്, വിക്രം മരിച്ചിട്ടൊന്നുമില്ല, അവനൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളിങ്ങനെ വിഷമിക്കാതെ. ഇത് കേട്ടതും കണ്ണുകൾ തുടച്ചുകൊണ്ട് ആശും കമലവും പരന്ന് അവരെ നോക്കുന്നുണ്ട്. ആശു ഉടനെ ചോദിക്കുക, വിക്രം എവിടെയുണ്ട്? നേരം അനിയൻകുട്ടൻ പറയുക, ഇന്നലെ വാസവൻ വെടിവെച്ചു എന്ന് പറഞ്ഞത് സത്യം തന്നെയാ, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. വിക്രം സുരക്ഷിതനായി ഒരിടത്തുണ്ട്. ഇപ്പൊ അവൻ ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. എല്ലാവരുടെയും കണ്ണിൽ വിക്രം മരിച്ചു എന്ന് കരുതട്ടെ. സത്യം തെളിയിച്ച് അരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിച്ച ശേഷം വിക്രം തിരിച്ചു വരും. ഇത് പറയാനാ ഞങ്ങൾ വന്നത്, നിങ്ങളെ വിഷമിക്കരുത്. ഇത് കേട്ടതും ആശുനും കമലത്തിനും എല്ലാവർക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട്. ആശു ഉടനെ പറയുക, ഇപ്പോഴാ എന്റെ നെഞ്ചൊന്ന് തണുത്തത്. ആ ഇൻസ്പെക്ടർ സാബു പറഞ്ഞപ്പോ നെഞ്ച് തകർന്നു പോയി. വിക്രം എവിടെയായിരുന്നാലും അവനൊന്നും സംഭവിക്കരുത്. ഞങ്ങൾക്ക് അത്രമാത്രം മതി. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം. വിക്രത്തെ കാണാനില്ലെന്നും അരുണിന്റെ കൊലപാതകത്തിൽ വിക്രത്തിന് ഒരു പങ്കുമില്ലെന്നും പറഞ്ഞൊരു പരാതി എഴുതി അന്വേഷണത്തിനായി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കും ഞാൻ. അവർ അന്വേഷിക്കട്ടെ. ഈ കേസ് ഇൻസ്പെക്ടർ സാബുവും ചേർന്നുള്ള കളിയായത്. വിക്രത്തിനോട് അത്രമാത്രം ശത്രുതയുണ്ട് അയാൾക്ക്. ഇയാളെ മാറ്റി മറ്റൊരാളെ കേസ് അന്വേഷണത്തിൽ കൊണ്ടുവരണം. നിരംരാജേട്ടൻ പറയുന്നുണ്ട്, മാഷു പറഞ്ഞത് ശരിയാ. അയ്യം കെട്ടി നോക്കിയിരിക്കാൻ പാടില്ല. നിരപരാധിത്വം തെളിയിക്കണം. വിക്രം കുറ്റക്കാരനല്ല എന്നും വാസവന്റെ മകനെ കൊന്നത് ആരാണെന്നും പുറത്തു കൊണ്ടുവരണം. അതേ ഉള്ളൂ ഇനി മാർഗം. ആ കൊലയാളി എവിടെയോ ഒളിച്ചിരിക്കുന്നു, രക്ഷപ്പെടാൻ പാടില്ല. എന്നാ ഞങ്ങൾ പോവാ. നിരംശേരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാജേട്ടനും അനിയൻകുട്ടനും അവിടെ നിന്ന് പോകുന്നുണ്ട്. ആശും കമലവും എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട്. നേരം വിക്രം ജോസഫിനോട് പറയുക, ഞാനന്ന് രാത്രി പാർട്ടി ഓഫീസിൽ നിന്നും നേരെ ക്ലബിലോട്ടാണ് വന്നത്. ഞാൻ ആ സമയം ഇവിടെ ഉണ്ടെന്ന് അറിയാവുന്ന ആരോ ആണ് ആ സമയം അരുണിനെ അവിടെ വെച്ച് കുത്തിയത്. ശ്രീനി സാറിനോട് പറഞ്ഞിട്ടാ ഞാൻ ക്ലബിലോട്ട് വന്നത്. നേരം നിങ്ങളുടെ കൂടെ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് വരണ്ട, എന്നോട് പൊക്കോളാൻ പറഞ്ഞത് ആ പൊളിക്കനാണ്. എനിക്ക് നല്ല സംശയമുണ്ട് അയാൾക്കിതിൽ എന്തോ ഒരു പങ്കുണ്ടെന്ന് നേരം ജോസഫ് പറയുന്നുണ്ട്. നേരം ജോസഫ് പറയുക, നമുക്കിത് ശ്രീനി സാറിനോട് പറയാൻ പറ്റൂ. സാറിന്റെ വിശ്വസ്തനല്ലേ, ഒരിക്കലും സാർ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അതുകൊണ്ട് വിക്രം അയാളെ വിട്. ഇതിന്റെ പിന്നിൽ ഏതയുടെ ഏട്ടനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. വാസവന്റെ പുറകെ ഇപ്പൊ കൂടിയിട്ടുണ്ടായിരുന്നു. നീ ചിലപ്പോൾ അയാളെ ചതിക്കാനായിരിക്കും പുറകെ കൂടിയതെന്ന് ആർക്കറിയാം. നേരം വിക്രം പറയുന്നുണ്ട്, അന്ന് വരുണിനെ കുത്തിയപ്പോൾ അടുത്തുണ്ടായിരുന്ന അവന്മാർ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ വാസവന്റെ കൂടെ നിൽക്കുന്ന അവന്മാരെയും നേരം ജോസഫ് പറയുന്നുണ്ട്, അത് ഞാൻ ശ്രീനി സാറിനോട് പറയാം. സാർ അവരെ കണ്ടുപിടിച്ചോളും. ഏതെയും അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല വിക്രം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഭഗവാൻ അറിയാലോ. നേരം വിക്രം ആകിംഷനിൽ ഇരിക്കുന്നുണ്ട്. നേരം ജോസഫിനെയും കുട്ടനെയും രാജേട്ടനെയും വിക്രത്തിന്റെ അടുത്തിരുത്തിയിട്ട് ജോസഫ് പോകുന്നുണ്ട്. അരുണിനെ കുത്തിയ സമയത്തെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജോസഫ് അവന്മാരെ കണ്ടുപിടിക്കാനായി ഈ കാര്യം ശ്രീനിവാസൻ ഏർപ്പെടുത്തിയ ആൾക്കാരുടെ കൂടെ പോകുന്നുണ്ട്. നേരം വാസവന്റെ പാർട്ടി ഓഫീസിലും അതുപോലെ പ്രചരണത്തിലും അവന്മാരുടെ മുഖങ്ങൾ തിരയുന്നുണ്ട്. നേരം അരുണിന്റെ കൈ രണ്ടും തിരിച്ചു വെച്ചിരുന്ന അരുണിനോട് ഉപദ്രവിക്കാൻ പോയതും വരുണിനെ കൊത്താൻ നേരം അരുണിനെ ആക്രമിക്കാൻ പോയ അവരുടെ മുഖങ്ങൾ ജോസഫ് തിരയുന്നുണ്ട്. നേരം ഇതിൽ 2-3 പേരെ ജോസഫ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രീനിസാന്റെ ആൾക്കാർക്ക്. നേരം ഇത് കണ്ട് അവർ ഓടുന്നുണ്ട്. നേരം പുറകെ ജോസഫും ശ്രീനിസാന്റെ കൂടെയുള്ളവരും പിടിക്കാനായി ഓടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരവിടുന്ന് രക്ഷപ്പെടുക. ഇത് ശ്രീകാന്തിനോട് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങളെ പിടിക്കാൻ ഈ കാര്യം ശ്രീനിവാസന്റെ ആൾക്കാർ ശ്രമിച്ചു വന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന്.
അന്ന് അവിടെ കൂടെ ഉണ്ടായിരുന്ന ജോസഫാണ് നിങ്ങളെ കാണിച്ചു കൊടുത്തതെന്ന് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. അന്നേരം ദേഷ്യത്തോടെ അവരോട് പറയുന്നുണ്ട്, ഇനി അവരുടെ കൺമുന്നിൽ ചെന്ന് പെടരുത്. സത്യങ്ങളെല്ലാം അവരോട് വിളിച്ചു പറഞ്ഞ് ഇന്ന് നീയൊന്നും ജീവനോടെ കാണില്ല. അറിയാലോ എന്നെ ലക്ഷങ്ങളോ എണ്ണി തന്നത്. നേരം ഇല്ല സാർ, ഞങ്ങൾ ഇനി ശ്രദ്ധിച്ചോളാം. നേരം ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്പെക്ടർ സാബുവിനെ വിളിച്ച് ശ്രീകാന്ത് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ജോസഫിനെ പിടിക്കണമെന്നും അവനെ തല്ലി ചതച്ച് പോലീസ് സ്റ്റേഷനിൽ ഇടണമെന്നും. അങ്ങനെ ഇൻസ്പെക്ടർ സാബു ജോസഫിനെ അന്വേഷിക്കുന്നുണ്ട്. ഷോപ്പിൽ പോയി അവിടെ ചെന്ന് സജിനെയും ജോസഫിനെയും തല്ലി ചതച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അവരെ ഒരുപാട് തല്ലി ചതയ്ക്കുക ഒരു കാരണവും ഇല്ലാതെ. നേരം ജോസഫ് പറയുന്നുണ്ട്, എന്തിനാ സാർ ഞങ്ങൾ തല്ലുന്നത്? എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? സാബു പറയുക, നീ അല്ലേടാ അക്രത്തിന്റെ കൂടെ ചേർന്ന് വരുണിനെ കൊന്നത്. നീയും അവന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, സത്യം പറയടാ, എന്തിനാ വരുണിനെ കൊന്നത്? ജോസഫ് പറയുക, ഞങ്ങൾ കൊന്നിട്ടില്ല, എന്നത് വിക്രവും അല്ല, മറ്റാരോ ആണ്. ഇത് കേട്ട് ദേഷ്യത്തോടെ സാബു വീണ്ടും അടിക്കുന്നുണ്ട്. നേരം ഇതറിഞ്ഞ് ശ്രീകാര്യം ശ്രീനിവാസൻ വക്കീലിനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടുന്നുണ്ട്. അവരെ പുറത്തിറക്കാനായി നേരം ജാമ്യത്തിൽ അവരെ വിട്ടയക്കാമെന്ന് സാബു പറയുക. അന്നേരം പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ജോസഫേട്ടനും രാജേട്ടനും ഇവിടെ നിൽക്കുക. അന്നേരം സാബുവിന്റെ ജീപ്പിൽ രുണിനെ കുത്തിയ അവൻ ഇട്ടിരുന്നത് പോലത്തെ ഒരു മുഖം മൂടി ജീപ്പിനുള്ളിൽ കിടക്കുന്നത് ജോസഫ് കാണുന്നുണ്ട്. അന്നേരം രാജേട്ടനോട് ജോസഫ് പറയുക, അന്ന് വരുണിനെ കുത്തിയത് ഇതുപോലത്തെ ഒരു മാസ്ക് ആണ് ധരിച്ചിരുന്നത് അവൻ മുഖത്ത്. നേരം രാജേട്ടൻ മുമ്പരപ്പോടെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, അത് ഇത് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ, ചിലപ്പോൾ അത് കയ്യിലിടുന്നതാവും. ഇത് ഡെനിസാനോട് പറഞ്ഞാലോ? പറയണം, ഇയാളും കൂടി ചേർന്നാവും ഇതൊക്കെ പ്ലാൻ ചെയ്തത്. കാരണം വിക്രത്തിനോട് അത്രമാത്രം ദേഷ്യമുണ്ട് ഇയാൾക്ക്. എനിക്ക് നല്ല സംശയമുണ്ട് ആ വരുണിനെ കുത്തിയത് ആരാണെന്ന് ഇൻസ്പെക്ടർ സാബുവിന് അറിയാമായിരിക്കും. അപ്പോഴേക്കും നീങ്കുട്ടൻ ഓട്ടോയുമായി വരുന്നുണ്ട്. അതിൽ കയറി രണ്ടുപേരും ശ്രീകാര്യം ശ്രീനിവാസന്റെ വീട്ടിലേക്ക് പോയിട്ട് ജോസഫ് പറയുന്നുണ്ട്, അരുണിനെ കുത്തിയവൻ ഇട്ടിരുന്നത് പോലത്തെ മാസ്ക് സാവുന്റെ ജീപ്പിൽ നിന്നും ഞാൻ കണ്ടു സാറെന്ന് ശ്രീനിവാസനോട് പറയുക. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് വിളിക്കാൻ നിൽക്കുന്നുണ്ട്. അന്നേരം ശ്രീനിവാസൻ പറയുക, അപ്പോൾ ഇതിന്റെ പിന്നിൽ ഇൻസ്പെക്ടർ സാബുവിനും എന്തോ ബന്ധമുണ്ട്, നമുക്ക് അന്വേഷിക്കാം, തൽക്കാലം ഇത് മറ്റാരോടും പറയേണ്ട. നേരം ശരിയെന്ന് പറഞ്ഞു അവരവിടുന്ന് പോവുക. നേരം പൊളിക്കാൻ ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, വിക്രം ഇപ്പോ എവിടെയുണ്ടെന്ന് അറിയില്ല, അത്തോ ജീവനോടെ ഉണ്ടോ എന്നൊന്നും. വാസവൻ കൊന്നെന്നാണ് പറഞ്ഞു കേട്ടത്. നേരം ശ്രീനിവാസൻ പറയുന്നുണ്ട്, എടോ വിക്രത്തിന്റെ ബോഡി ഒന്നും കിട്ടിയിട്ടില്ല, എന്നിട്ട് തീരുമാനിക്കാം വിക്രം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന്. താൻ പൊക്കോ. അന്നേരം ഇത് കേട്ട് വിളിക്കൻ അവിടുന്ന് പോകുന്നുണ്ട്. നേരം ദേഷ്യത്തോട് ശ്രീനിവാസൻ വിളിക്കനെ നോക്കുന്നുണ്ട്. വിക്രം പറഞ്ഞതിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. വിളിക്കനെ സംശയമുണ്ടെന്നും എല്ലാ കാര്യങ്ങളും അയാളോട് തുറന്നു പറയരുതെന്നും താൻ ജീവനോടെ ഉള്ളത് ആരും അറിയരുതെന്നും. അതുകൊണ്ട് തന്നെ വിളിക്കനോട് വിക്രം സുരക്ഷിതമായി ഉണ്ടെന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നില്ല. സത്യങ്ങളൊക്കെ പുറത്തു വരാനായി ശ്രീകാര്യം ശ്രീനിവാസൻ പല അന്വേഷണങ്ങളും നടത്തുന്നുണ്ട്. വിളിക്കൻ അറിയാതെ വരെ അരുണിന്റെ കൈകൾ പിടിച്ചു വെച്ചിരുന്ന ആ രണ്ടുപേര് ശ്രീകാര്യം ശ്രീനിവാസൻ തിരയുന്നുണ്ട്. അന്നേരം വേദ ശ്രീകാന്തിനെ സംശയിക്കുന്നുണ്ട്. ഇതിൽ ശ്രീകാന്തിനും പങ്കുണ്ടെന്ന് വേദയ്ക്ക് ഉറപ്പായും തോന്നുന്നുണ്ട്. പക്ഷെ അതിനുള്ള തെളിവുകൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നായിരുന്നു വേദയുടെ മനസ്സിൽ. അങ്ങനെ ജോസഫ് വേദയെ വിളിച്ച് പറയുന്നുണ്ട്, സാബുവിന് ഇതിലെന്തോ പങ്കുണ്ടെന്നും ആ മുഖം മൂടി അയാളുടെ ജീപ്പിൽ നിന്നും കണ്ടെന്നും പറയുക. അന്നേരം വേദ പറയുന്നുണ്ട്, ഞാനിന്ന് വിക്രത്തെ കാണുന്നുണ്ട്, തൽക്കാലം ഈ കാര്യം വിക്രത്തിനോട് പറയണ്ട. ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം വേദ ഓഫീസിൽ പോകാനായി റെഡി ആവുന്നിടത്തേക്ക് ഇറങ്ങാൻ നേരം ഇൻസ്പെക്ടർ സാബു അവിടേക്ക് വരുക. നേരം വേദ ചോദിക്കുന്നുണ്ട്, എന്താ? നേരം സാബു പറയുന്നുണ്ട്, ഞാൻ ശ്രീകാന്തിനെ കാണാൻ വന്നത്. അന്നേരം ഉടനെ പുറകിൽ നിന്നും ശ്രീകാന്ത് പറയുക, എന്നെ കാണാൻ വന്നതാ, എന്താ നിനക്ക് പോവാൻ സമയമായില്ലേ, നീ പൊക്കോ. നേരം വേദ ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. നേരം വേദ സാബുവിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളും എന്റെ ഏട്ടനും ഒറ്റക്കെട്ടായി ആരെങ്കിലും തോൽപ്പിക്കാനുള്ള പ്ലാനിലാണോ? വിക്രത്തിന്റെ ശത്രുക്കളെല്ലാം ഒന്നായല്ലോ, ഇനി നിങ്ങൾ ആരെങ്കിലും ആണോ ആ വരുണിനെ ഉല്ലിച്ചത്? ഇത് കേട്ട് ശ്രീകാന്ത് സാബു ഞെട്ടുന്നുണ്ട്. നേരം ശ്രീകാന്ത് പറയുക, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അവനാണ് അത് ചെയ്തതെന്ന് കൂടെ നിന്നവർ സാക്ഷിയാണ്, അതുകൊണ്ടാണല്ലോ അവൻ പിടിതരാതെ വിളിച്ച് കാട്ടിലോട്ട് പോയത്. എന്നിട്ടിപ്പോ അവൻ എവിടെ? ജീവനോട് ഉണ്ടോ മരിച്ചോന്ന് ആർക്കറിയാം? നീയും അവനെ കുറിച്ച് അന്വേഷിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നീ അവന്റെ കാര്യം ഇവിടെ പറയുന്നത്? അന്നേരം ദേഷ്യത്തോടെ ഇത് പറയുക, എല്ലാത്തിന്റെയും കള്ളക്കളി ഒരിക്കലും കണ്ടുപിടിക്കും, അന്നും ഇതൊക്കെ തന്നെ പറയണം. ഇത്രയും പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട്. അന്നേരം ജോസഫ് പറഞ്ഞത് ചിന്തിക്കുന്നുണ്ട്. ഇതിൽ സാബുവിന് എന്തോ ബന്ധമുണ്ടെന്ന്. അതുപോലെ ശ്രീകാന്ത് സാബുവുമായി വിക്രത്തെ തോൽപ്പിക്കാനായി കൊല്ലിക്കാനായി ചേർന്ന് നടത്തിയ ചതിയാണിതെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നായിരുന്നു വേദയുടെ മനസ്സിങ്ങനെ. ഓഫീസിൽ നിന്ന് നേരെ വേദ വിക്രത്തെ കാണാനായി പോകുന്നുണ്ട്. നേരം വിക്രം വേദയോട് പറയുക, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഇന്ന് രാത്രി ഞാൻ ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവന്മാരെ ഇന്ന് എന്റെ കൈ കിട്ടും. നേരം വേദ ചോദിക്കുന്നുണ്ട്, ആരെ? നിർവിക്രം പറയുക, വരുണിനെ അന്ന് കുത്തിയത് നമ്മുടെ പാർട്ടികളിലെ ആളുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, നമുക്കറിയാത്ത വേറെ 1-2 പേര് കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ജോസഫേട്ടൻ കണ്ടതാ. വരുണിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പുറകിൽ നിന്നും മുഖം മൂടിയിട്ട ഒരുത്തം വന്ന് കുത്തി. അത് ആരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവന്മാരെ കയ്യിൽ കിട്ടണം. ഇവിടെ ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. നിരവേദ പറയുന്നുണ്ട്, സൂക്ഷിക്കണം വിക്രം, മറ്റു ശത്രുക്കളാണ് നിങ്ങൾ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നാണ് ശ്രീയേട്ടനും ആസവനും എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഇൻസ്പെക്ടർ സാബുവിനും എന്തോ ഒരു ബന്ധമുണ്ട്. അതുപോലെ ശ്രീയേട്ടനും. നിരവിക്രം പറയുക, ഇന്നത്തോടെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. നിരവേദ പറയുക, സൂക്ഷിക്കണം, മുറിവ് കരിഞ്ഞിട്ടില്ല, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, ഞാനും കൂടി വരാം, പുറത്ത് ബൈക്കിരിപ്പുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് പോവാം. നിരവിക്രം പറയുന്നുണ്ട്, വേണ്ട വേദ, ഈ എന്റെ കൂടെ വന്നാൽ ശരിയാവില്ല, എന്നെ വീട്ടിൽ അന്വേഷിക്കും, നീ പൊക്കോ, എല്ലാം കഴിഞ്ഞ് ഞാൻ നിന്നെ വന്ന് വിളിക്കും, എന്റെ കൂടെ വരുവോ നീ?
നേരം വേദ പറയുന്നുണ്ട്, എന്നെ വന്ന് വിളിക്കേണ്ട, കൂടെ തന്നെ ഉണ്ടല്ലോ. ഇനി നമ്മളെ തമ്മിൽ പിരിക്കാൻ ആർക്കും ആവില്ല. രണത്തിന് പോലും സത്യങ്ങളെല്ലാം പുറത്തു വരുമ്പോ എനിക്ക് നിങ്ങളോടും ചിലത് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ആ നിങ്ങളുടെ വീട് വിട്ട് ഇറങ്ങിയതെന്ന് എല്ലാം നിങ്ങളോട് പറയും. നേരം വിക്രം ചിരിച്ചുകൊണ്ട് വേദയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, നീ ഇനി ഇവിടെ നിൽക്കേണ്ട, ജോസഫ് ഏട്ടൻ വരും, നീ പൊക്കോ. നേരം വേദ ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വൈകുന്നേരം ശ്രീകാന്ത്, ചന്ദ്രശേഖരനും ഇൻസ്പെക്ടർ സാബുവും കൂടി കാറിന്റെ മുന്നിൽ നിന്നും സംസാരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് കണ്ട് വേദ ഓട്ടോ നിർത്താൻ പറയുക. അതേ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ആരും കാണാതെ കാറിന്റെ സൈഡിൽ ഒളിച്ചു നിൽക്കുക. എന്നിട്ട് സംസാരമെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. നേരം ശ്രീകാന്ത് പറയുക, ആ MLA വാസം അവനെ വെടിവെച്ച് കൊന്നിട്ട് ദിവസം 2-3 എന്നിട്ടും അവന്റെ വീട്ടുകാർക്കൊന്നും ഒരു ചൂടുമില്ല. അതുപോലെ വേദയ്ക്ക് ഇനി അവൻ മരിച്ചിട്ടുണ്ടാവില്ലേ? അന്നേരം ഇൻസ്പെക്ടർ സാബു പറയുക, ആ വാസവൻ വിക്രത്തെ വെടിവെച്ചു. ആ കാട്ടിനുള്ളിൽ കെട്ടിക്കിടക്കുന്നത് അവന്റെ ചെരുപ്പോ എല്ലാം ഞാൻ കണ്ടതല്ലേ. രാത്രി മൃഗങ്ങൾ അവനെ ആഹാരമാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോവാൻ? നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്തായാലും ആരും ഒന്നും അറിയാതെ കാര്യങ്ങളെല്ലാം അവസാനിച്ചു. നമ്മൾ ആഗ്രഹിച്ചതുപോലെ അരുണിനെ വിക്രം കുത്തിക്കൊന്നു. ഇതിന്റെ പ്രതികാരം വാസവൻ വിക്രത്തിനോട് കാണിച്ചു. അവനെയും വാസവൻ കൊന്നൊടുക്കി. നമ്മൾ ആഗ്രഹിച്ചതുപോലെ രണ്ടുപേരെയും നമ്മൾ അങ്ങ് അവസാനിപ്പിച്ചു. നേരം ശ്രീകാന്ത് പറയുക, എല്ലാം സാബുവിന്റെ പ്ലാനാണ്. ആനല്ലേ അരുണിനെ കൊല്ലാനായി തയ്യാറാണെന്ന് പറഞ്ഞത്. മുഖംമൂടിയിട്ട് വിക്രത്തെ പോലുള്ള കട്ടുമിട്ട് അരുണിന്റെ വയറ്റിൽ കത്തി കൊണ്ട് കുത്തിയത് സാബുവാണല്ലോ. അതിനുള്ള ധൈര്യം സമ്മതിച്ച് തന്നേ പറ്റൂ. നേരം ഇത് കേട്ട് ഇത് അമ്പരന്ന് നിൽക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ സാബുവാണ് അരുണിനെ കുത്തിയതെന്ന് കേട്ടപ്പോ ഞെട്ടി ധരിച്ചു നിൽക്കുക. അന്നേരം ചിരിച്ചുകൊണ്ട് സാബു പറയുന്നുണ്ട്, പക്ഷെ അത് ചെയ്തത് ഞാനാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. അവന്റെ വയറ്റിൽ കുത്തി മരിക്കാൻ വേണ്ടി തന്നെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അപ്പോൾ എന്റെ മനസ്സിൽ വിക്രത്തിനോടുള്ള പകയായിരുന്നു. പുറകിൽ നിന്നും പൊളിക്കാൻ വിളിച്ചപ്പോ ഞാൻ അയാളെ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ ശ്രീകാരൻ ശ്രീനിവാസന്റെ വലം കൈയല്ലേ അവൻ. അപ്പോഴുള്ള ന്യൂസ് എനിക്ക് അയാൾ തരും. കാശിന് വേണ്ടി എന്ത് ചെയ്യും. 10 ലക്ഷം രൂപ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്ത ശ്രീകാരൻ ശ്രീനിവാസനെ കൊല്ലാനും അയാളെ കൂട്ടി നിൽക്കും. ഇങ്ങനെ ഇതെല്ലാം ഇത് കേൾക്കുന്നുണ്ട്. അരുണിനെ കൊന്നത് ഇൻസ്പെക്ടർ സാബുവാണെന്ന് അറിഞ്ഞ വിശ്വസിക്കാനാവാതെ നിൽക്കുന്നുണ്ട്. പതിയെ അവിടെ നിന്നും ആ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവുക. അന്നേരം സുധാകരൻ മാഷ് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി അന്വേഷണം നടത്തുന്നുണ്ട്. അവസാനം അത് ശ്രീകാന്തിലേക്ക് വന്ന് എത്തിച്ചേരുന്നുണ്ട്. കേസിന്റെ അന്വേഷണം നിർവഹിക്കല്ല എന്ന് മനസ്സിലാക്കി ഇൻസ്പെക്ടർ സാബുവിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഓഫീസിലേക്ക് സാബുവിനെ വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സാബു അവിടേക്ക് പോകുന്നുണ്ട്. നേരം സുധാകരൻ മാഷിനെ കാണാതായതിന്റെ അന്വേഷണത്തെ കുറിച്ചും അതുപോലെ വിക്രത്തിന്റെ കേസിന്റെ അന്വേഷിക്കാത്തതിന്റെ കാരണങ്ങളും സാബുവിനോട് ചോദിക്കുന്നുണ്ട്. നേരം സാബു പറയുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, പക്ഷെ കുറ്റവാളിയെ കണ്ടെത്താനായില്ല. പിന്നെ വിക്രം അയാളെ ആരോ കുത്തിക്കൊന്നതാ. ഞങ്ങൾ വിക്രത്തെ ഒരുപാട് അന്വേഷിച്ചു. അവസാനം കാട്ടിനുള്ളിൽ അയാളുടെ ചെരുപ്പ് ബ്ലഡും എല്ലാം കാണാൻ സാധിച്ചു. അത് പരിശോധനയ്ക്ക് കൊടുക്കുകയും ചെയ്തു. വിക്രത്തിന്റെ ബ്ലഡാണ് തെളിയുകയും ചെയ്തു. വിക്രം ഇപ്പൊ ജീവനോടെ ഇല്ല. ഇതിന്റെ അന്വേഷണത്തിലാണ് ഞങ്ങൾ. കാട്ടിനുള്ളിൽ ആയതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ പൊടി പോലും കിട്ടത്തില്ലല്ലോ സാർ. നേരം ഇതെല്ലാം കേട്ട് കമ്മീഷണർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നതെല്ലാം പച്ചക്കള്ളവാണ്. നിങ്ങൾ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. അഥവാ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റിപ്പോർട്ട് എവിടെയാണ്? ഒന്നിനും കൃത്യമായി റിപ്പോർട്ടില്ല. സുധാകരൻ മാഷിന്റെ കേസായാലും വിക്രത്തിന്റെ കേസായാലും സത്യം പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ നടപടി എടുക്കണം. തനിക്കിതിൽ പങ്കുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല അതിനുള്ള തെളിവുകൾ ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുണ്ട്. താൻ പോണം. എന്തായാലും താൻ കുറച്ചു ദിവസം വീട്ടിലിരിക്കും. കേസ് അന്വേഷണം പൂർത്തിയാവുന്നത് വരെ ഞാൻ ഇനി ഈ കാക്കി ഇടണ്ട. അത്രയും പറഞ്ഞിട്ട് വിഷ്ണു പറയുന്നുണ്ട്, എനിക്ക് പോവാം. പുറകെ അന്വേഷണം വരുന്നുണ്ട്. നേരം പേടിച്ചു വിറച്ച് സാബു അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരം കമ്മീഷണർ വേദയെ വിളിക്കുന്നുണ്ട്. വെച്ചിട്ട് പറയുക, സാബുവിന്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. വാസവന്റെ മകനെ കൊന്നത് ഇയാളാണെന്നല്ലേ വേദയുടെ മൊഴി. ഇതിന് തെളിവുകൾ ആവശ്യമാണ്. നിങ്ങൾ ആദ്യം ഇത് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് അടുത്ത നടപടി. നേരം വേദ ശരിയെന്ന് പറയുന്നുണ്ട്. നേരം ഇത് കേട്ട് ഇത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്നത്തോടെ എല്ലാം കളങ്ങി തെളിയും എന്ന സന്തോഷത്തോടെ വേദ നിൽക്കുന്നുണ്ട്. ആ നേരം കമ്മീഷണർ ഓഫീസിൽ നിന്നും പരാതി പോകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സാബുവിന്റെ വീട് പരിശോധന നടത്തുക. പോലീസ് സാബുവിനോട് പറയുന്നുണ്ട്, ഈ വീട് ഞങ്ങൾക്ക് പരിശോധിക്കുന്നതിനുള്ള ഓർഡറാണ്. നേരം സാബു ആകെ ഭയന്ന് നിൽക്കുന്നുണ്ട്. വീട് മൊത്തവും പരിശോധിക്കുക. നേരം അവിടുന്ന് അരുണിനെ കൊല്ലാൻ നേരം ഇട്ടിരുന്ന ബ്ലാക്കും വൈറ്റും ഷർട്ട്, അതുപോലെ മുഖംമൂടി, കത്തി, ഇതെല്ലാം അലമാരയിൽ നിന്നും കിട്ടുന്നുണ്ട്. നേരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ സാബുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം ഇതറിഞ്ഞ് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട്, ശ്രീകാന്തെ, സാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എല്ലാ തെളിവുകളും അവർക്ക് കിട്ടി. ഇനി നമ്മളുടെ പേര് പറഞ്ഞതോടെ തീർന്നു. നേരം വെപ്രാളത്തോടെ ശ്രീകാന്ത് ഇരിക്കുന്നുണ്ട്. സാബുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. നേരം ആരാണിത് ചെയ്തതെന്ന് സാബു സമ്മതിക്കുക. അതിന്റെ പുറകിൽ ആരുമില്ലെന്നും സ്വയമാണ് ഇതെല്ലാം ചെയ്തതെന്നും സാബു അവിടെ പറയുന്നുണ്ട്. നേരം പോലീസ് പറയുക, ഇല്ല, താൻ മറ്റാരൊക്കെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഒറ്റയ്ക്ക് ഒരിക്കലും ഇത് ചെയ്യാനാവില്ല. സാബു പറയുന്നുണ്ടല്ല, ഇതിന്റെ പുറകിൽ ആരുമില്ല. അപ്പോഴും ശ്രീകാന്തിന്റെ പേരും ഒളിക്കിന്റെ പേരും ചന്ദ്രശേഖരന്റെ പേരും പറയുന്നില്ല. നേരം വേദ വീട്ടിലേക്ക് വരുന്നുണ്ട്. ശ്രീകാന്തിനെ കണ്ട് വേദ പറയുക, എന്താ നിങ്ങളുടെ മുഖത്ത് ഒരു ടെൻഷൻ? ഇൻസ്പെക്ടർ സാബു അകത്തായതിന്റെ ടെൻഷനാണോ? അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്കൊരു ടെൻഷനും. നേരം വേദ പറയുക, എന്നാ ശരി. ഇത്രയും പറഞ്ഞിട്ട് ഇത് മുകളിലോട്ട് പോകുന്നുണ്ട്. നേരം വിക്രം ശ്രീകാരൻ ശ്രീനിവാസന്റെ അരികിലെത്തുക. അയാളുടെ കാറിൽ കേർക്രവും കൂടെ പോകുന്നുണ്ട്. നേരം ജോസഫും രാജേട്ടനും ശ്രീകാന്ത് പറഞ്ഞേൽപ്പിച്ച് അരുണിനെ ആക്രമിക്കാൻ ശ്രമിച്ച 2 പേരെ ഇടിച്ചു കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇവിടേക്ക് പോയി വിക്രം അവരെ ചതയ്ക്കുന്നു.
പറയുന്നുണ്ട്. സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് അവരോട് പറയുക, അല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇൻസ്പെക്ടർ സാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അധികം വൈകാതെ എന്നെയൊക്കെ തേടി പോലീസ് വരും. സത്യം പറഞ്ഞു എന്നെയൊക്കെ മാപ്പ് സാക്ഷിയാക്കാം, ഇല്ലെങ്കിൽ അവന്റെ കൂടെ എനക്കും കിടക്കേണ്ടി വരും ജയിലിൽ. പറയടാ, ആസന്റെ കൈകൊണ്ട് എനക്കൊക്കെ ചാവണോ അതോ സത്യം പറയണോ? അത് കേട്ട് അവര് പറയുന്നുണ്ട്, പറയാം, എല്ലാ സത്യവും പറയാം. വിക്രമല്ല, ഇൻസ്പെക്ടർ സാബു തന്നെയാ അരുണിനെ കുത്തിക്കൊന്നത്. നേരം വിക്രം പറയുന്നുണ്ട്, അവര് പറഞ്ഞിട്ട് എന്തിനു വേണ്ടി? അന്നേരം അവര് പറയുന്നുണ്ട്, വിളിക്കാനാ ഞങ്ങൾക്ക് കാശ് തന്നത്. അയാൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. കേട്ട് വിക്രമും ശ്രീകാര്യം ശ്രീനിവാസനും ഞെട്ടുന്നുണ്ട്. എന്ത് പൊളിക്കനോ? നേരം അവര് പറയുക, സത്യവ അരുണിനെ കുത്തിയ സമയത്ത് വിക്രം എന്ന് വിളിച്ചത് പൊളിക്കന. അയാളെ കൊണ്ട് അവര് പറയിച്ചതാണ്. പോഴും ശ്രീകാന്തിന്റെ പേര് അവര് പറയുന്നില്ല. നേരം വിക്രം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ സാർ, അയാൾക്ക് ഇതിലെന്തോ പങ്കുണ്ടെന്ന്. പൊളിക്കൻ ഇപ്പൊ ഇവിടെയുണ്ട്. അന്നേരം ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട്, അവൻ വീട്ടിലുണ്ട്. അന്നില്ലാത്ത നായ ഇത്രയും കാലം എന്റെ കൂടെ കൂടിയിട്ട് എന്നെ ചതിക്കുകയായിരുന്നു. അവൻ ഇച്ചേക്കത്തില്ല ഞാൻ. നേരം വിക്രം പറയുന്നുണ്ട്, സാർ ഇവന്മാരെ പോലീസിൽ ഏൽപ്പിക്കണം. നമുക്ക് പൊളിക്കനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവാം. സാർ വാ, അജിനെ സഫേട്ട ഇവനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോ. അങ്ങനെ അവരെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്. നേരം വിക്രവും ശ്രീകാര്യം ശ്രീനിവാസൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓടിപ്പോയി പൊളിക്കന്റെ പറ്റി പിടിച്ച് വലിച്ചിട്ട് പറയുക, സത്യം പറയടാ, വരുണിനെ കൊല്ലാൻ കൂട്ടുനിന്നത് നീയല്ലേ? ആരാടാ നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്? വിക്രത്തിന്റെ പേര് പറയാൻ. നേരം പൊളിക്കൻ പറയുന്നുണ്ട്, സാർ എന്തൊക്കെയാ പറയുന്നു? എനിക്കൊന്നും അറിയില്ല. ഇത് വിക്രം തന്നെയാ ചെയ്തത്. അതുകൊണ്ടല്ലേ ആസവൻ അവനെ കൊന്നത്. അവനിപ്പോ എവിടെയുണ്ടെന്ന് പോലും അറിയില്ല. ഇത് കേട്ടത് വിക്രം കാറിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. വിക്രത്തിനെ കണ്ട് പൊളിക്കൻ ഞെട്ടി ധരിച്ചു നിൽക്കുക. എന്നിട്ട് പൊളിക്കനെ തല്ലി ചതയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പറയടാ, ആരാടാ ഇതിന്റെ പിന്നിൽ അരുണിനെ കൊല്ലാൻ കൂട്ടുനിന്നത്? വേറെ ആരൊക്കെയാണ്? അന്നേരം പറയുന്നുണ്ട്, എനിക്കറിയില്ല വിക്രം. നേരം വീണ്ടും തല്ലി ചതയ്ക്കുന്നുണ്ട്. നേരം ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട്, പറയടാ, നീ തല്ലുകൊണ്ട് എന്റെ ജീവൻ പോവും. നേരം പൊളിക്കൻ പറയുന്നുണ്ട്, ഞാൻ പറയാം. ശ്രീകാന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത്. എല്ലാത്തിന്റെയും കളികൾ ഇയാളും ആ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഇയാളും ചേർന്ന് എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതാണ്. നീ എവിടെ വേണമെങ്കിൽ ഇത് പറയാം. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ രക്ഷിക്കണം. നേരം ദേഷ്യത്തോടെ ഞെട്ടി ധരിച്ചു നിൽക്കുന്നുണ്ട്. പോലെ ശ്രീകാര്യം ശ്രീനിവാസൻ തന്നെ ഇയാളെയും പോലീസ് സ്റ്റേഷനിൽ വിക്രം ഏൽപ്പിക്കുന്നുണ്ട്. നേരം പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും മൊഴി കൊടുക്കുക. ഇതെല്ലാം ചെയ്യിച്ചത് ശ്രീകാന്ത് ആണെന്ന് പറയുന്നുണ്ട്. നേരം ഇൻസ്പെക്ടർ സാബുവിനോട് പറയുക, ഇവരൊക്കെ പറയുന്നത് ശ്രീകാന്ത് ആണെന്നാണ്. എന്നോട് അരുണിനെ കൊല്ലാൻ ആവശ്യപ്പെട്ടത് ശ്രീകാന്ത് ആണോ? അന്നേരം സാബു പറയുന്നുണ്ട്, നീ ഒന്നും മറച്ചു വെക്കുന്നില്ല. സത്യവ ശ്രീകാന്ത് ആണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. അയാളും അയാളുടെ ഭാര്യയുടെ അച്ഛനും. അങ്ങനെ ശ്രീകാന്ത് ആണ് ഇതിന്റെ എല്ലാം പിന്നിൽ നിന്നും കളിച്ചതെന്ന് പോലീസിന് മനസ്സിലാവുന്നുണ്ട്. സിഐ ഇതിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എല്ലാ തെളിവുകളോടെയും ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യാനായി. നേരം പോലീസിനെ എല്ലാരും കണ്ട് ശ്രീകാന്ത് പേടിച്ചു നിൽക്കുന്നുണ്ട്. നേരം ചന്ദ്രശേഖരൻ അവിടെ നിൽക്കുക. നേരം വേദ താഴോട്ട് വരുന്നുണ്ട്. സിഐ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ആറിനെ പോലെ ഒരാളുടെ മകനിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയ്ക്കും ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണ് സാറിന്റെ മകനെന്ന് അറിയില്ലായിരുന്നു. നേരം ശങ്കരൻ പറയുന്നുണ്ട്, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നേരം സിഐ പറയുന്നുണ്ട്, സാർ എല്ലാം പറയാം. ഇതൊന്നും സാറിന് അറിയില്ലായിരിക്കും. പക്ഷേ തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ സാറിന്റെ മകൻ ഈ നിൽക്കുന്ന ശ്രീകാന്ത് 2 കേസുകളിൽ പ്രതിയാണ്. ഒന്ന് സുധാകരൻ മാഷ് എന്ന് പറയുന്ന ആളെ തട്ടിക്കൊണ്ടുപോയി 2-3 ദിവസം മയക്കുമരുന്ന് കുത്തിവെച്ച് റൂമിൽ പൂട്ടിയിട്ടിരുന്നു. ഇതിന്റെ ഉദ്ദേശം നിയത്തിയുടെ ഭർത്താവിനോടുള്ള അങ്ങാത്ത പക. നേരം വേദ പറയുന്നുണ്ട്, അതെ അച്ഛ, ഇയാളാണ് ഭീഷണിപ്പെടുത്തി വിക്രത്തിന്റെ വീട്ടിൽ നിന്നും വരാൻ കാരണം. ഇയാൾ ഒരു ചതിയനാണ്. നേരം സിഐ പറയുക, അതെ സാർ, ഇപ്പോ വാസവന്റെ മകനെ അരുണിനെ കുത്തിയ കേസിലും സാറിന്റെ മകനാണ് പ്രതി. ഇത് കേട്ട് ശങ്കരൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ ദീപ്തിയും പത്മവും. നേരം ശങ്കരൻ ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തോ അത് ചെയ്തത്? വിക്രമല്ലേ? നേരം സിഐ പറയുന്നുണ്ട്, അല്ല സാർ, വിക്രമല്ല അത് ചെയ്തത്. മുഖംമൂടി ധരിച്ച് ഇൻസ്പെക്ടർ സാബുവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ഈ നിൽക്കുന്ന ശ്രീകാന്താണ്. അതിനുള്ള സാക്ഷികളും തെളിവുകളും കയ്യിലുണ്ട്. നേരം ശങ്കരൻ ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് എന്തിനാ വരുണിനെ കൊല്ലണം? നിർവേദ പറയുക, അതിനുള്ള ഉത്തരം ഞാൻ തരാച്ച. അരുണും ദീപ്തിയും തമ്മിലുള്ള കല്യാണം നടക്കരുത്. അവർ തമ്മിലുള്ള പ്രണയം, അതാണ് കാരണം. ഇതിലൂടെ വിക്രത്തിനെ പ്രതിയാക്കണം. വാസവനെ കൊണ്ട് വിക്രത്തിനെ കൊല്ലിക്കണം. അതായിരുന്നു ഇയാളുടെ മനസ്സിൽ. നേരം സിഐ പറയുന്നുണ്ട്, കറക്റ്റ്, കുട്ടി പറഞ്ഞതാണ് ശരി. ഇതിനു വേണ്ടി തന്നെയാണ് ഇയാൾ അത് ചെയ്തത്. നേരം ശങ്കരൻ പറയുന്നുണ്ട്, വിക്രം ഇപ്പോ ഇവിടെയാണെന്നറിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ അതോ? നേരം വേദ പറയുന്നുണ്ട്, വിക്രം മരിച്ചിട്ടില്ല, ജീവനോട് തന്നെയുണ്ട്. ഇത് കേട്ട് ശ്രീകാന്തും ശങ്കരനും ഞെട്ടി നിൽക്കുക. നേരം വിക്രം അവരുടെ അരികിലോട്ട് വരുക. ഇത് കണ്ട് ശ്രീകാന്ത് ഞെട്ടിധരിച്ച് നിൽക്കുന്നുണ്ട്. നിരവേദ പറയുന്നുണ്ട്, വാസവനെ കൊണ്ട് വിക്രത്തെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ ഇവിടെ നിന്നല്ല, ഞാൻ വിക്രത്തെ രക്ഷിച്ചു. നേരം സിഐ പറയുന്നുണ്ട്, വിക്രം സത്യത്തിൽ നിരപരാധിയാണ്. ഇത്രയും പെട്ടെന്ന് വാസവനെ അറസ്റ്റ് ചെയ്യും. ഇതിനു മുന്നേ ഇയാളെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ. നേരം ശങ്കരൻ പറയുന്നുണ്ട്, കൊണ്ടുപൊക്കോളൂ സാർ, തെറ്റ് ചെയ്തവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. നേരം ശ്രീകാന്ത് ഇതിനെ വിക്രത്തിനെയും മാറി മാറി നോക്കുന്നുണ്ട്. നിരവേദ പറയുക, എന്തായിപ്പോ നിങ്ങളുടെ മുഖം മൂടി എല്ലാവരുടെ മുന്നിൽ അഴിഞ്ഞു വീണത് കണ്ടോ? എന്നെയും വിക്രത്തിനെയും ഉണ്ടാക്കാനായിരുന്നില്ലേ നിങ്ങൾ ശ്രമിച്ചത്? ഇപ്പൊ എന്തായി? ഒരിക്കലും നമ്മളെ തമ്മിൽ പിരിക്കാനാവില്ല. ശക്തിക്കും ഇതിന് തെളിവ. വാസവൻ വെടിവെച്ച് ജീവനറ്റ് കിടന്നപ്പോഴും ആ ജീവിതത്തിലേക്ക് വിക്രത്തെ മടക്കി കൊണ്ടുവന്നത്, എന്റെ പ്രാണം കൊടുത്തു ആ വിക്രത്തെ സ്വന്തമാക്കിയത്. നേരം സിഐ പറയുന്നുണ്ട്, എന്നാ ശരി,
ശ്രീകാന്ത് ഞങ്ങളോട് വാ. നീരം ശ്രീകാന്ത് വിഷമിക്കുന്നുണ്ട്. നീരം ദീപ്തി പറയുന്നുണ്ട്, ഒരു നിമിഷം സാർ, എനിക്ക് ഇയാളോട് ഒരു കാര്യം പറയണം. നീരം ശ്രീകാന്തിനെ ദേഷ്യത്തെ നോക്കി ദീപ്തി ആ കവിളിൽ ആഞ്ഞടിക്കുന്നുണ്ട്. എന്നിട്ട് കട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ദുഷ്ടനാണ്, നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. നീരം വേദ ദീപ്തിയെ പിടിച്ച് മാറ്റുന്നുണ്ട്. നീരം സിയെ പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന ചന്ദ്രശേഖരനും ഈ കേസിലെ പ്രതിയാണ്, ഇയാളെ അറസ്റ്റ് ചെയ്യും. നീരം രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് ദീപ്തി കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. നീരം ശങ്കരൻ ഇതെല്ലാം കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുക. അന്നേരം ദീപ്തി പറയുന്നുണ്ട്, വിക്രത്തിനെ നോക്കി, ക്ഷമിക്കണം വിക്രം ചേട്ട, അരുണിനെ കൊന്നത് വിക്രം ചേട്ടനാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇതിന്റെ പേരിൽ ഏതേച്ചിയെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി, എന്നോട് ക്ഷമിക്കണം. തൊഴുതുകൊണ്ട് പറയുന്നുണ്ട്. നീരം വിക്രം ഒന്നും മിണ്ടുന്നില്ല. നീരം ദീപ്തി പറയുക, എന്റെ വരുണിനെ കൊന്ന അയാളെ വെറുതെ വിടരുത്, ഇതേച്ചി അയാൾക്ക് തൂക്കുകയറ് തന്നെ കിട്ടണം. ഇത്രയും പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് ദീപ്തി പോകുന്നുണ്ട്. അന്നേരം വിക്രം വേദയുടെ കൈ പിടിച്ച് ശങ്കരനോട് പറയുന്നുണ്ട്, ആ വേദയെ കൊണ്ടുപൊക്കോട്ടെ. അന്നേരം ശങ്കരൻ പറയുന്നുണ്ട്, വേദയ്ക്ക് വിക്രമില്ലാതെ ജീവിതമില്ല, ഇതിനുള്ള തെളിവാണല്ലോ ഇപ്പോൾ ഇവിടെ കണ്ടത്. നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ ഒരു ശക്തിയുമാവില്ല, കാരണം വേദ വിക്രത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. കോളു നേരം വേദയുടെ കൈപിടിച്ച് വിക്രം ആ വീട്ടിന്റെ പടി ഇറങ്ങുന്നുണ്ട്. സന്തോഷത്തോടെ രണ്ടുപേരും വീട്ടിലേക്ക് പോവുക. നേരം എംഎൽഎ വാസവൻ എല്ലാ സത്യങ്ങളും അറിയുന്നുണ്ട്. എന്റെ കൂടെയുള്ളവർ വാസവനോട് പറയുന്നുണ്ട്, വിക്രമല്ല വരുണിനെ കൊന്നത്, ഇൻസ്പെക്ടർ സാബുവാണ് അതെല്ലാം ചെയ്യിച്ചത്. ശ്രീകാന്ത് ചന്ദ്രശേഖരനും കൂടിയ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള തെളിവുകളെല്ലാം അവർക്ക് കിട്ടിയത് കൊണ്ടാ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരം ഞെട്ടലോടെ വാസവൻ നിൽക്കുന്നുണ്ട്. നേരം വാസവന്റെ ഭാര്യ പറയുക, ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടെന്ന്, ഒരു തെറ്റും ചെയ്യാത്ത ആ പാവ വിക്രത്തിനെ നിങ്ങൾ എന്തിനാ കൊന്നത്? നേരം കുറ്റബോധത്തോടെ വാസവൻ നിൽക്കുന്നുണ്ട്. ശ്രീകാന്തിനോടും ചന്ദ്രശേഖരനോടും അടങ്ങാത്ത പകയും ദേഷ്യവും തോന്നുന്നുണ്ട്. നേരം ഉടനെ അവര് പറയുന്നുണ്ട്, അതിന് വിക്രം മരിച്ചിട്ടില്ല, വിക്രം ജീവനോടെ ഇരിപ്പുണ്ട്, നിങ്ങൾ അവനെ കണ്ടതാ. നേരം ഞെട്ടലോടെ വാസവൻ നിൽക്കുന്നുണ്ട്. നേരം പോലീസ് വാസവനെ അറസ്റ്റ് ചെയ്യാൻ വരുക. ഒരു തെറ്റും ചെയ്യാത്ത വിക്രത്തിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചില്ലേ, എന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. നേരം വാസവൻ പറയുന്നുണ്ട്, അറസ്റ്റ് ചെയ്തോളൂ സാർ, ഞാൻ ചെയ്തത് തെറ്റാണ്, സത്യം അറിയാതെ വിക്രത്തെ കൊല്ലാൻ ശ്രമിച്ചു. നേരം വിക്രവും വേദയും അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുക, വേണ്ട സാർ, എനിക്ക് പരാതിയില്ല. ഇത് കേട്ട് വാസവൻ വിക്രത്തെ നിറ കണ്ണുകളോടെ നോക്കുന്നുണ്ട്. നേരം സിയെ പറയുന്നുണ്ട്, എനിക്ക് പരാതിയില്ലെന്നോ, തന്നെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതാ, ഭാഗ്യം കൊണ്ട് താൻ രക്ഷപ്പെട്ടത്. വിക്രം പറയുന്നുണ്ട്, അത് തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതല്ലേ, അരുണിന്റെ അമ്മയ്ക്ക് വേറെ ആരുമില്ല, അരുണിനെ അമ്മയും അച്ഛന്ന് വെച്ച ജീവനാണ് അവരെ വേദനിക്കുന്നത്, അരുണിന് സഹിക്കാനാവില്ല, എനിക്കിപ്പോ ഒന്നുമില്ലല്ലോ, എന്റെ ജീവൻ തിരികെ കിട്ടിയല്ലോ, വാസവനെ വെറുതെ വിടണം. സിയെ പറയുന്നുണ്ട്, തനിക്കിതിൽ പരാതിയൊന്നുമില്ലെന്ന് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണം. ദേഷ്യത്തോടെ വിക്രത്തെ നോക്കിയിട്ട് പോലീസ് അവിടുന്ന് പോകുന്നുണ്ട്. വാസവന്റെ ഭാര്യ തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, നന്ദിയുണ്ട് മോനെ, ഇവര് ചെയ്ത തെറ്റിന് ആ മോനോട് മാപ്പ് ചോദിക്കാം. വിക്രം പറയുന്നുണ്ട്, വേണ്ട, എന്നോട് മാപ്പൊന്നും ചോദിക്കേണ്ട. വാസവൻ വിക്രത്തിനോട് പറയുന്നുണ്ട്, ക്ഷമിക്കണം വിക്രം, ആ സത്യം അറിയാതെ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, ഇപ്പോൾ ഇതാ വീണ്ടും നീ എന്നെ രക്ഷിച്ചു, ഇതിന് പകരമായി എന്താ നിനക്ക് വേണ്ടത്? നിർവേദ പറയുന്നുണ്ട്, വരുണിനെ കൊന്നത് ആ ഇൻസ്പെക്ടർ സാബുവാണ്. നിർവാസവും പറയുന്നുണ്ട്, അവന്റെ ജീവൻ ഞാൻ എടുക്കും, പിന്നെ എന്റെ കൂടെ നിന്ന് ചതിച്ച എന്റെ ഏട്ടനെയും ഞാൻ ചന്ദ്രശേഖരനെയും ഞാൻ വെറുതെ വിടില്ല. അകയോടെ വാസവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് വിക്രവും വേദയും നോക്കുന്നുണ്ട്. നിർവേദ പറയുക, വേണ്ട, എല്ലാം അവസാനിപ്പിക്കണം, നിയമത്തിന് മുന്നിൽ ഒരു തെറ്റുകാരനാണ്, ഇതിനുള്ള ശിക്ഷ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാം, എന്നെ വിശ്വസിക്കണം. നേരം ദേഷ്യത്തോടെ വാസവൻ നിൽക്കുന്നുണ്ട്. വിക്രവും വേദയും ഇവിടെ നിന്ന് പോവുക. നേരം ഉടനെ വാസവൻ വിക്രത്തെ വിളിച്ചിട്ട് പറയുക, ഞാൻ എന്നോട് ക്ഷമിക്കണം, കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ വിക്രവും വേദയും പോകുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് രണിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇഞ്ചി പൊട്ടി വാസവൻ പൊട്ടി പൊട്ടി കരയുക. അങ്ങനെ വിക്രവും വേദയും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. നേരം ഇത് കണ്ട് മോശം കമലവും കൈകൾ നീട്ടി അവരെ സ്വീകരിക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് അവരുടെ മനസ്സ് നിറയുന്നുണ്ട്. ആ വീടൊരു സ്വർഗം പോലെ ആനന്ദിക്കുന്നു.